ഉള്ളവർക്ക് എങ്ങോട്ടേലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലൊക്കെ അതൊരു ബുദ്ധിമുട്ടാകും അല്ലേ. എന്തെങ്കിലും ഒരു കല്യാണമോ ഫംഗ്ഷനോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ മുടിയും കൊണ്ട് എങ്ങനെ പോകുകയെന്നൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലൊരു പാക്ക് ഇട്ടിട്ട് ഒന്ന് നോക്കി വെക്കൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മുടി നീളം വെച്ച പോലെയും മുടി സിൽക്ക് സോഫ്റ്റൊക്കെ ആയിട്ട് നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു പാക്കാണിത്. അപ്പോൾ എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അന്നോ അല്ലെങ്കിൽ അതിൻ്റെ തല ദിവസമോ ഒക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് വെക്കൊണ്ട് കേട്ടോ. നല്ല മാറ്റം ഉണ്ടാവും. ഇനി ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നെ യൂസ്ഫുൾ ആയിച്ചെങ്കിൽ നിങ്ങൾ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് ഒന്ന് കമൻറ്റും കൂടി ചെയ്യണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വ്യൂസ് ഉണ്ടല്ലോ, മറ്റുള്ളവർക്കും കൂടി അതൊരു പ്രയോജനമാവും. ഞാൻ പറയുന്നതല്ലല്ലോ, നിങ്ങൾക്ക് അനുഭവിച്ചിട്ട് നിങ്ങളെ അനുഭവം സക്സസ് ആവുകയാണ് വെച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മളുണ്ടല്ലോ ഈ പാക്കിടുന്നതിൻ്റെ തലേ ദിവസം ഒരു പാത്രം എടുത്തിട്ട് അയക്കി ഇതാക്കൊണ്ട് 3 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 സ്പൂണ് ചെറുപയറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുതിരാൻ വേണ്ടി വെക്കട്ടെ. പിന്നെ നമുക്ക് വേണ്ടത് പിറ്റത്തെ ദിവസമാണ്. ഇത് കുതിർന്ന് വരുന്ന സമയത്ത് ഇതൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാക്കണം നമ്മൾ കുതിർന്ന് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഉലുവയും നമ്മളെ ചെറുപയറും കൂടി ഒരു മിക്സീൻ്റെ ജാറിക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്നുകൊണ്ട് അരച്ചെടുക്കട്ടെ കേട്ടോ. അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ കൂട്ടതൊക്കെ ഇതാക്കണം ഞാനൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഷാളിൻ്റെ കഷ്ണം ഇട്ട് ജോർജറ്റിൻ്റെ തുണീൻ്റെ അരിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതാക്കണം ഒരു ഷാളിൻ്റെ കഷ്ണം എടുത്തിട്ട് അതിലിട്ടിട്ടാണ് കേട്ടോ ഇത് അരിച്ചെടുക്കാൻ പോണത്. നന്നായിട്ട് അരിച്ചിട്ട് തന്നെ എടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റൊക്കെ നമ്മളെ തലയിലായി കഴിഞ്ഞാൽ അതൊരു സുഖം കിട്ടൂലല്ലോ. അതിൻ്റെ വേസ്റ്റൊക്കെ തലയിലായി കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. മുടിയൊക്കെ നല്ലോണം വേറെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാട്ടിത്തരുമ്പോഴേക്കിന് കുറേ സമയം ആവും. അങ്ങനെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതാക്കണം ഞാൻ മുടിയൊക്കെ നല്ലോണം വേറെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതാക്കണം നമ്മുടെ വെളിച്ചെണ്ണ പിന്നെ ഏതാണോ നിങ്ങൾ ഓയിൽ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അതൊന്നുകൊണ്ട് തൊട്ട് പരട്ടി കൊടുക്കുകയാണ്. മുടിയിലൊക്കെ ഒന്നുകൊണ്ട് പരട്ടി കൊടുക്കുക കേട്ടോ. പിന്നെ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമ്മളെ മുടിയൊക്കെ വല്ലാതെ ഒട്ടി നിൽക്കും അല്ലേ, കുറച്ച് മുടിയൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ച്. അപ്പോൾ അതുകൊണ്ട് ഓയിലൊന്നും ഞാൻ വല്ലാതെ ഉപയോഗിക്കലില്ല. ആഴ്ചയിൽ 2 ദിവസം മാത്രമേ ഉള്ളൂ ഉപയോഗിക്കാറ്. പിന്നെ ഇങ്ങനത്തെ പാക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ട് നമ്മളിത് എണ്ണയൊക്കെ നല്ലോണം ഒന്ന് പുരട്ടി കൊടുക്കണം. എണ്ണയൊക്കെ നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പാക്ക് കണ്ടെടുക്കുക. ഇതാക്കണം നമ്മളെ ഉലുവ ചെറുപയർ പിന്നെ അരച്ചിട്ട് നമ്മളിത് അരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഒരിക്കലും അരിക്കാതെ നമ്മളെ തലയിൽ ഒരു പാക്കും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതാക്കണമെങ്കിൽ ഞാനിങ്ങനെ കുറേശ്ശെ തേച്ച് കൊടുക്കുക. വകച്ചിലെടുത്തിട്ട് ഇങ്ങനെ തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കുക എല്ലാ ഭാഗത്തും. ഇത് നമ്മളെ താരം പോവാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ നല്ലതാണ് കേട്ടോ. പക്ഷേ ഇതൊന്നും പിന്നെ അത് മാത്രമല്ല, നമ്മളെ മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടാനും അല്ലെങ്കിൽ കുറച്ച് നീളം വെക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നാനും കൂടി നല്ലതായതുകൊണ്ടാണ്. അപ്പോൾ ഇത് കൂടുതലും കുറച്ച് മുടിയുള്ളവർക്കാണ് ഞാൻ ഇന്നെപ്പോലുള്ള മുടി ഉള്ളവർക്കും കൂടി നല്ലോണം ഒന്ന് ഉപയോഗമാവിച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കട്ടെ. ഇപ്പോൾ ഞാൻ എണ്ണ തേച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അധികം നേരം ഒന്നും എണ്ണ തേച്ചിട്ടൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. മുടീൻ്റെ തലയോട്ടിലും നമ്മളെ മുടിയിലും ഒക്കെ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. തലയോട്ടിലൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം പിന്നെ ഇതാക്കണം ഞാൻ നമ്മളെ മുടി ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. ചെറിയ ഭാഗങ്ങളാക്കിയതിന് ശേഷം ഇതുമ്മലൊക്കെ നല്ലോണം മുടി നീട്ടി പിടിച്ചിട്ട് നല്ലോണം തേച്ച് കൊടുക്കുക. എണ്ണ വല്ലാതെ തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് നീർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമാവാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഉലുവ മുടി ഡ്രൈ ആക്കും കേട്ടോ. അപ്പോൾ അതിനൊരു മയത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ കുറച്ച് എണ്ണ ആക്കി കൊടുക്കുന്നത്. വല്ലാതെ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഇത് അത്ര തന്നെ ഉണ്ട് ശരിയാവില്ല കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ. ഇത് എന്തായാലും വല്ലതും ഞാനൊന്ന് തേച്ച് കഴിയട്ടെ കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് കാട്ടിത്തരേ. പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം. 10 മിനിറ്റ് വെച്ചാൽ മതി.
അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, കുറച്ച് മുടിയുള്ളവർക്ക് നല്ല യൂസ്ഫുള്ളുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, താല്പര്യമുള്ളവരൊക്കെ. അപ്പോൾ ഇനി എന്തായാലും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിക്കട്ടെ. നമ്മൾ തലേദിവസം, അതായത് ഇന്നലെ ചെറുപയറും ഉലുവയും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പച്ചവെള്ളത്തിലാണല്ലോ. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ കഞ്ഞിവെള്ളം ഞാൻ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചത്. കഞ്ഞിവെള്ളത്തിലാണെന്ന് വെച്ചെങ്കിൽ കുറച്ചും കൂടി സംഭവം പൊളിച്ചേനെ. പിന്നെ എന്നോട് ചില കൂട്ടുകാർ ചോദിക്കാറുണ്ട്, ഞാൻ ആ റോസ്മേരീൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം, നമ്മളെ കസിൻസൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്, അല്ല ഈ പറഞ്ഞത് ശരി തന്നെയാണോ രമ്യ, റോസ്മേരി തേച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഗുണം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ മുടി കൊഴിച്ചിൽ ബെസ്റ്റാണ് കേട്ടോ. എനിക്ക് അങ്ങനെ കിളിർത്ത് മുടി പുതിയത് ഉണ്ടായി എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കൊഴിച്ചിലിന് ബെസ്റ്റാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവണമല്ലോ, ഉണ്ടാവട്ടെ. പ്രൊമോഷൻ വീഡിയോ ഒക്കെ ആവുമല്ലോ. ഞാൻ പ്രൊമോഷനൊന്നും അല്ല, ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കൊഴിച്ചിലിന് ബെസ്റ്റാണ്. ഉണ്ടാവും ഞാൻ പറയണില്ല, എനിക്ക് അങ്ങനെ വല്ലാതെ ഉണ്ടായിട്ടൊന്നുമില്ല. അതുകൊണ്ട് അതിന് ഞാൻ പറയണില്ല. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, പെട്ടെന്ന് തന്നെ കഴുകിക്കളയാം. ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടപ്പോൾ സമയം. അപ്പോൾ ഞാനിത് കഴുകിക്കളയാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് തന്നെ കഴുകാം കേട്ടോ. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക. നല്ലോണം അപ്പോൾ ഇതാ ഞാൻ തലയൊക്കെ നല്ല കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഇത് ഉണക്കിയതിന് ശേഷം കാണിക്കാം കേട്ടോ. തല കഴുകിയപ്പോൾ ഞാൻ ഷാമ്പു ഒന്നും ഉപയോഗിച്ചിട്ടില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് തോർത്തിയിട്ട് ഇനി ഒന്ന് ഉണക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മുടിയൊക്കെ നല്ല ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ മുടി കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു പൊലിമ തോന്നണില്ലേ. അപ്പോൾ അതായത് നമുക്ക് കുറച്ച് നല്ല ഉള്ളു വെച്ച മുടി പോലെയൊക്കെ തോന്നണുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങോട്ടേലും പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്നും മുടി വളർത്തലൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഉള്ള മുടി നല്ല ഭംഗിയിൽ ഇടണം എന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണോ. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വരുന്നത് വരെ ബൈ.